കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 9 തുല്യതയിലേക്ക്. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ നവോത്ഥാന കാലത്ത് ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ടായിരുന്നു. അവർ ജാതി വിവേചനങ്ങൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും പോരാടിയവരാണ്. അതിലെ പ്രധാന ചില സംഭവങ്ങളാണ് ഇവിടെ ഈ പാഠഭാഗത്ത് തന്നിട്ടുണ്ട്. സമപന്തി ഭോജനം എന്ന് പറഞ്ഞാൽ വിവിധ ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിനെയാണ് സമപന്തി ഭോജനം സംഘടിപ്പിക്കുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ ഒരു സംഘടനയാണ് സമത്വ സമാജം. ഈ സമത്വ സമാജം സംഘടനയുടെ കീഴിലാണ് സമപന്തി ഭോജനം നടക്കുന്നത്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സംഘടനയ്ക്ക് കീഴിൽ. അതുപോലെ സമപന്തി ഭോജനത്തിന് ഈക്വലായിട്ട് വരുന്ന ഒരു സംഭവമാണ് മിശ്രഭോജനം. അതും വിവിധ ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് മിശ്രഭോജനം. മുമ്പുള്ളൊരു പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണ്. മിശ്രഭോജനം ആര് കൊണ്ടുവന്നതാണ്? സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29 എറണാകുളത്ത് ചെറായിൽ വെച്ചിട്ടാണ് മിശ്രഭോജനം നടക്കുന്നത്. മിശ്രഭോജനം കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പൻ 1917 മെയ് 29 ചെറായി, എറണാകുളത്തെ ചെറായി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. സഹോദരൻ അയ്യപ്പൻ്റെ ഒരു പത്രമാണ് സഹോദരൻ. സഹോദരൻ അയ്യപ്പൻ്റെ പത്രമാണ് സഹോദരൻ. മേൽമുണ്ട് സമരം. അന്ന് പണ്ട് കാലത്ത് താഴ്ന്ന ജാതിക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് മേൽമുണ്ട്, സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് മേൽമുണ്ട് സമരം. തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ സമരം തുടക്കം കുറിച്ചത്. മേൽമുണ്ട് സമരം തെക്കൻ തിരുവിതാംകൂറിൽ. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. എന്താണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം? ഇതും മുൻപ് കാലത്ത് താഴ്ന്ന ജാതിക്കാരെന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് അവരുടെ മക്കളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അന്ന് ഒരു പഞ്ചമി എന്നൊരു പെൺകുട്ടിയെ കൊണ്ട് അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂളിൽ പോവുകയും അവിടെ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞ സവർണ ജാതിക്കാർ, ഉയർന്ന ജാതിക്കാരെന്ന് കരുതുന്നവർ ഇവരെന്ത് ചെയ്തു? ആ ഊരൂട്ടമ്പലം സ്കൂളിന് തീ വെച്ചു. ഈ സംഭവത്തിന് ശേഷം ഇന്ന് ആ സ്കൂൾ ഊരൂട്ടമ്പലം സ്കൂൾ അറിയപ്പെടുന്നതാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. പെൺകുട്ടിയുടെ പേരാണ് പഞ്ചമി. അയ്യങ്കാളിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. വിദ്യാലയത്തിൻ്റെ പണ്ടുകാലത്തെ പേരാണ് ഊരൂട്ടമ്പലം സ്കൂൾ. അസമത്വത്തിന് അല്ലെങ്കിൽ സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സമൂഹത്തിൽ അസമത്വങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള അസമത്വമുണ്ട്? ഒന്ന്, സാമ്പത്തിക അസമത്വം. പാവപ്പെട്ടവനെന്നും ധനികനെന്നുമെന്ന വേർതിരിവ്, സാമ്പത്തിക അസമത്വം. വിദ്യാഭ്യാസ അസമത്വം, എല്ലാവർക്കും ഒരുപോലെയുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിലുള്ള വേർതിരിവ്. സാമൂഹിക ഘടനയ്ക്കുള്ളിൽ അസമത്വം, ജാതി വ്യവസ്ഥയൊക്കെ ഇതിൽപ്പെടും. ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, അതായത് ഗോത്രവർഗ്ഗക്കാർ ഭൂമിശാസ്ത്രപരമായിട്ട്, അതായത് നഗരങ്ങൾ, ഗ്രാമീണം, അതുപോലെ ഗോത്രവർഗ്ഗക്കാർ, ഈ ഒരു വ്യത്യാസം. ചരിത്രപരമായ ഘടകങ്ങൾ. അപ്പോൾ സാമൂഹിക അസമത്വത്തിന് കാരണമാവുന്നതാണ് സാമ്പത്തിക അസമത്വം, വിദ്യാഭ്യാസ അസമത്വം, സാമൂഹിക ഘടനയ്ക്കുള്ളിൽ അസമത്വം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, ചരിത്രപരമായ ഘടകങ്ങൾ. അസമത്വം തടയുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ. ഒരു പരിധിവരെ സർക്കാർ എന്ത് ചെയ്യുന്നു? അസമത്വം തടയുന്നതിനുള്ള ഇടപെടലുകൾ കൊണ്ടുവരുന്നു. അതിൽ ചില ഉദാഹരണങ്ങളാണ് ക്ഷേമ പെൻഷനുകൾ, വാർദ്ധക്യ പെൻഷന്, അതുപോലെ വിധവാ പെൻഷൻ, തൊഴിൽ രഹിതർക്കുള്ള പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, ഇങ്ങനെയുള്ള ഈ പെൻഷനുകൾ, ഇതാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. സ്കോളർഷിപ്പ്,
വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പുകളുണ്ട്. ദെൻ അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് എന്താണ് പഠനത്തിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാനാണ് സ്കോളർഷിപ്പുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ പൊതുവിതരണ കേന്ദ്രം, അതായത് റേഷൻ കടകൾ. ദെൻ നീതി സ്റ്റോറിൽ എന്താണ് വില കുറച്ച് അവർക്ക് പുസ്തകങ്ങളുമൊക്കെ അവിടെ ലഭ്യമാക്കുന്നു. അതുപോലെ മാവേലി സ്റ്റോറുകൾ. സബ്സിഡി പറഞ്ഞാൽ എന്താണ് വിലയുടെ നിരക്ക് കുറച്ചു കൊടുക്കുന്നതിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. അസമത്വം തടയുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ, ക്ഷേമ പെൻഷനുകൾ, സ്കോളർഷിപ്പ്, പൊതുവിതരണ കേന്ദ്രം, നീതി സ്റ്റോർ, മാവേലി സ്റ്റോർ, സബ്സിഡി പറയുമ്പോൾ 2 തരത്തിലുണ്ട്, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും. പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ പണമായിട്ട് തന്നെ കിട്ടുന്നത്. നമ്മൾ ഒരു സാധനത്തിന് കൊടുത്ത അതിൻ്റെ MRP നമ്മൾ കൊടുക്കും, അതിൻ്റെ ചെറിയൊരു തുക നമുക്ക് തിരിച്ചു നൽകുന്നു, പണമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ അതാണ് പ്രത്യക്ഷ സബ്സിഡി, അത് സർക്കാരാണ് നൽകുന്നത്. ദെൻ പരോക്ഷ സബ്സിഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ പലിശ നിരക്ക് കുറച്ച് തരുന്നു, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ നികുതി നിരക്ക് കുറച്ച് തരുന്നു, അതാണ് പരോക്ഷം. പരോക്ഷമായിട്ടാണ് നമുക്ക് അതിൻ്റെ വില കുറച്ച് നൽകുന്നത്, അതാണ് പരോക്ഷ സബ്സിഡി. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇത് വരുമ്പോൾ ഗ്യാസ് സിലിണ്ടറിന് നമ്മൾ പണം കൊടുക്കുന്നു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അവർ സബ്സിഡി അതിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ അതെന്താണ് പ്രത്യക്ഷ സബ്സിഡിയാണ്. ദെൻ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ. സർക്കാരിൻ്റെ ചില ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളാണ് പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതി, ലൈഫ് മിഷന്, പ്രതിഭാതീരം, കൈവല്യ, തീരമൈത്രി, ജനനീ ജന്മരക്ഷ, വിദ്യാവാഹിനി, ഗോത്രബന്ധു. ഇനിയുണ്ട്, പാഠപുസ്തകത്തിൽ തന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതി, ലൈഫ് മിഷൻ, പ്രതിഭാതീരം, കൈവല്യ, തീരമൈത്രി, ജനനീ ജന്മരക്ഷ, വിദ്യാവാഹിനി, ഗോത്രബന്ധു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിലാണിത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം ഇവർക്ക് ജോലി ലഭിക്കും. ഒരു ഗ്രാമത്തിൽ അധിവസിക്കുന്ന ഏതൊരാൾക്കും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാവാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാവാൻ കഴിയും. ഗ്രാമീണ മേഖലയിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസമെങ്കിലും നമുക്ക് ജോലി ലഭിക്കും. ആ വിദഗ്ധ കായിക തൊഴിലുകൾ, അതായത് ഒരു വിദഗ്ധനാവണം എന്നില്ല, ആ വിദഗ്ധമായിട്ടുള്ള കായിക തൊഴിലുകളാണ് അവർക്ക് നൽകുന്നത്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഗ്രാമീണവാസിക്കും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ്. ദെൻ ലൈഫ് മിഷന് കേന്ദ്രവും കേരള സർക്കാരും കൂടിയിട്ടുള്ള ആവിഷ്കരിച്ചൊരു മിഷനാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ഇത് ഭവനം നൽകുന്നൊരു മിഷനാണ്. ഭൂരഹിതർക്കും ഭൂമിയുണ്ടായിട്ട് ഭവനങ്ങളില്ലാത്തതും അതുപോലെ വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളുള്ളവർക്കും അവർക്കൊരു വീട് വെക്കാൻ നൽകുന്ന സഹായമാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ദെൻ തീരമൈത്രി എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട വനിതകൾക്ക് അവർക്ക് ചെറുകിട തൊഴിൽ സംരംഭത്തിനുള്ള സഹായം, ചെറുകിടമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം നൽകുന്നതാണ് തീരമൈത്രി പദ്ധതി എന്ന് പറയുന്നത്. തീരമൈത്രി അവർക്ക് കടൽ വിഭവങ്ങൾ കൊണ്ടുള്ള റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഏതുതരം ചെറുകിട സംരംഭങ്ങൾക്കും നൽകുന്ന സഹായമാണ് തീരമൈത്രി എന്ന് പറയുന്നത്. ദെൻ കൈവല്യ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ടാണ്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കൈവല്യ പദ്ധതി. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കലൊക്കെയാണ്. അവർക്കും അവസര തുല്യത നൽകുകയും അവരെയും സമൂഹത്തിലേക്ക് ഉൾച്ചേർക്കുകയും ഒക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ദെൻ വിദ്യാവാഹിനി ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി വരാനുള്ള സൗകര്യം. ഗോത്രങ്ങളിലും വനത്തിന് ഉള്ളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനും അവരുടെ വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരാനും ഗോത്രത്തിലുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി പദ്ധതി. ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി വരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വിദ്യാവാഹിനി പദ്ധതി.
ദെൻ ജനനി ജന്മരക്ഷ. ഗോത്രവിഭാഗത്തിലെ ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാര വിതരണം. ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത് ഗോത്രവിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക്, അതായത് ഗർഭിണികളായ സ്ത്രീകൾക്കും അതുപോലെ അമ്മമാർക്കും എന്താണ് മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാര വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഗർഭിണിയായി 3-ാം മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സാകുന്നത് വരെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. അതായത് 18 മാസം ഇവർക്കിത് ലഭിക്കും. മാസം 1000 രൂപ വെച്ചിട്ട് 18,000 രൂപ വരെ ഈ പദ്ധതിയുടെ കീഴിൽ ഈ ഗോത്രവിഭാഗത്തിലെ ഗർഭിണികൾക്കും അമ്മമാർക്കും ലഭിക്കും. ദെൻ പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. പ്രതിഭാതീരം പദ്ധതി തീരദേശ മേഖലയിൽ ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രതിഭാതീരം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗോത്രബന്ധു. ഗോത്രവിഭാഗത്തിലെ കുട്ടികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കാനും കൊഴിഞ്ഞുപോക്ക് തടയാനും മലയാളവും ഗോത്രഭാഷയും അറിയുന്ന ടീച്ചേഴ്സിനെ നിയമിക്കുന്നു. ഗോത്രബന്ധു എന്ന് പറയുമ്പോൾ ഗോത്രവിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകളുണ്ടാവും. ഇവർക്ക് ഗോത്രവിഭാഗത്തിന് പ്രത്യേകമായിട്ട് മലയാള ഭാഷ അറിയാത്ത കുട്ടികളായിരിക്കും, അവരുടെ ഗോത്രഭാഷ സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവരെ ഭാഷാ പ്രശ്നം തടയാൻ അവർക്ക് ഒരു ടീച്ചർ വരുമ്പോൾ കുട്ടികളുമായി സംസാരിക്കാൻ കഴിയുന്നൊരു ടീച്ചറാവണം. അപ്പോൾ ഗോത്രഭാഷയും മലയാള ഭാഷയും അറിയുന്ന ഒരു ടീച്ചറെ അവർക്ക് നിയമിക്കുന്ന ഒരു പദ്ധതിയാണ് ഗോത്രബന്ധു പദ്ധതി. ബാലികാ സമൃദ്ധി യോജന. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ബാലികാ സമൃദ്ധി യോജന. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. ദെൻ റേഷൻ കാർഡുകൾ നമുക്കറിയാം, 4 തരം കളറാണ് റേഷൻ കാർഡുകളുള്ളത്. മഞ്ഞ, അതുപോലെ പിങ്ക് കളറിൽ, നീല, വെള്ള. മഞ്ഞ അറിയുമ്പോൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവർ, ഏറ്റവും അടിയിൽ വരുന്നതാണ് മഞ്ഞ. സാമൂഹികമായിട്ടും അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവരാണ് മഞ്ഞ കാർഡ് ഉണ്ടാവുക. ദെൻ പിങ്ക് അറിയുമ്പോൾ മുൻഗണനാ വിഭാഗമാണ്, അവരൊരു മുൻഗണനാ വിഭാഗത്തിലാണ്, പക്ഷെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുമായിട്ടുള്ളവരാണ് പിങ്ക് റേഷൻ കാർഡ്. ദെൻ നീല അറിയുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരാണ്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായിരിക്കും അവർ. ദെൻ വെള്ള അറിയുമ്പോൾ സാമ്പത്തികമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് വെള്ളക്കാർഡുള്ളവർ. സാമ്പത്തികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് വെള്ള. താങ്ക് യു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ വരുന്നത്. കുട്ടികളുടെ പാഠപുസ്തകവും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്നുള്ള പോയിൻറ്റ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.